നമസ്കാരം. പൂയം നാളുകാരെ പറ്റി ചിന്തിക്കുമ്പോൾ പൂയം നക്ഷത്രം വരുന്നത് ശനിയുടെ ആധിപത്യത്തിന് കീഴിലാണ്. പൂയം നക്ഷത്രക്കാർ ജനിക്കുന്നത് തന്നെ ശനിദശയിലാണ്. അപ്പോൾ ജനനശിഷ്ടം ശനിദശ എത്ര കാലമുണ്ടെന്ന് കണ്ടുപിടിക്കലാണ് ആദ്യം വേണ്ടത്. പൂയനാൾ തുടങ്ങി എത്ര നാഴിക വിനാഴിക കഴിഞ്ഞിട്ടാണ് ജനിക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ജനനശിഷ്ടം ശനിദശ ബാലൻസ് എത്രയുണ്ടെന്ന് ആദ്യം കണക്കാക്കണം. അതിനെ തുടർന്ന് വരുന്നത് ബുധദശ, പിന്നെ കേതു, പിന്നെ ശുക്രൻ, ആദിത്യൻ, ചന്ദ്രൻ, ഇങ്ങനെയൊക്കെയാണ് ദശാകാലങ്ങളുടെ മുമ്പോട്ടുള്ള ഗതി. അപ്പം നമ്മളുടെ ദശാകാലം ഇപ്രകാരം വ്യക്തമായിട്ട് കണക്കാക്കുക. അതിനുശേഷം നമ്മളുടെ അടിസ്ഥാനപരമായ ജനന തീയതിയും സമയവും വെച്ച് ജാതകം, ഗ്രഹനില ഇവയൊക്കെ കണക്കാക്കി നമ്മളുടെ ഗ്രഹനിലയിൽ ഇപ്പോൾ ഏത് ദശ അപഹാര കാലങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ജനന സമയത്ത് ഉള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി എപ്രകാരമാണ് എന്നൊക്കെ കണക്കാക്കുന്നത് വളരെ നല്ലതാണ്. അതിനനുസരിച്ച് ഇപ്പോഴുള്ള തൽക്കാല ഗ്രഹസ്ഥിതിയുടെ പരിഹാരം തീരുമാനിക്കാവുന്നതാണ്. ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ എള്ളെണ്ണ കൊണ്ട് അഭിഷേകം നടത്തി, നീല പുഷ്പങ്ങളെ കൊണ്ട് മാല ചാർത്തി, നീല ഉടയാട സമർപ്പിച്ച് എള്ളു പായസം, പുഷ്പാഞ്ജലി ഇതൊക്കെ ചെയ്തു പോരുന്നത് വളരെ ഗുണം ചെയ്യും. പൂയം നാളിൻ്റെ ജന്മനക്ഷത്ര കല്ല് എന്ന് പറയുന്നത് ഇന്ദ്രനീലം അഥവാ ബ്ലൂ സഫയർ ആണ്. ഏറ്റവും നല്ല ഗുണമേന്മയുള്ള ഇന്ദ്രനീലം സെലക്ട് ചെയ്ത് വാങ്ങിച്ച് അത് വെള്ളി മോതിരത്തിലാക്കി വലത് കൈയുടെ മോതിരവിരലിൽ ധരിക്കുന്നത് പൊതുവെ ഗുണം ചെയ്യും. അതോടൊപ്പം നിങ്ങളുടെ സ്വന്തം ജാതകപ്രകാരം ഇപ്പോഴുള്ള ദശാകാലങ്ങളുടെ പരിഹാരം പ്രത്യേകം മനസ്സിലാക്കി അത് ചെയ്യുന്നതാണ് ഏറ്റവും ഗുണകരം.